നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും പെൺകുട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ബിനോയാണെന്നും പോലീസ്. ഗർഭചിത്രം നടത്തിയ ശേഷവും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് കോടതിയിൽ പറഞ്ഞു. ആദ്യം ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ആ സമയത്ത് നിർബന്ധിച്ചുകൊണ്ട് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തിയത് ഈ ആൺ സുഹൃത്ത് ബിനോയാണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി അകൽച്ചയിലായിരുന്നു. ആ അകൽച്ചയിലായിരുന്ന സമയത്ത് പെൺകുട്ടിയെ തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് സൈബർ അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് ബിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഡിപ്രഷനിലാവുകയായിരുന്നു കുട്ടി. അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പെൺകുട്ടി എത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, തട്ടിക്കൊണ്ടുപോകൽ, പീഡനം അടക്കമുള്ള വകുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആത്മഹത്യ ആരെങ്കിലും കാരണമാണോ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സൈബർ അധിക്ഷേപമാണോ ആത്മഹത്യക്ക് കാരണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. ബിനോയാണ് തന്റെ സുഹൃത്തുക്കളെ കൊണ്ട് സൈബർ അധിക്ഷേപം നടത്തിച്ചത്, അത് കാരണമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച, അതായത് പ്രമോഷൻ പരിപാടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വർക്കലയിലെ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നു. ആ വർക്കല കൊണ്ട് തെളിവെടുപ്പ് നടത്തും.